എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗോതമ്പ് പൊടിയും പഴമൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയെടുത്തതാണ്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യും തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് തേങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ അച്ച് ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ശർക്കര തേങ്ങയിലൊക്കെ നന്നായിട്ട് പിടിക്കണം. ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ശർക്കരയൊക്കെ തേങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുമ്പോഴാണ് ഈ ഒരു പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഈ ശർക്കരയിൽ കിടന്നിട്ട് പഴം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇതിലേക്കൊരു 3-4 ഏലക്കായ പൊടിച്ചതും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ജീരകം പൊടിച്ചതാണ്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായുടെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവറാണ് പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. നമ്മൾ ദോശയ്ക്കൊക്കെ കലക്കിയെടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. അത് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൽ ചെറിയൊരു മധുരം ആവശ്യമാണ്. അപ്പോൾ കുറച്ച് ശർക്കരപ്പാനിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ഫില്ലിങ്ങിനൊക്കെ അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് ഇതിൽ അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല. ചെറിയൊരു മധുരം ഉണ്ടായാലും മതി. ഏകദേശം 1 അച്ചോളം ശർക്കര ഉരുക്കിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് കലക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് നാളികേരം ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. കണ്ട ഈ ഒരു പാകത്തിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഏകദേശം ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ വേണം. ഒരു ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ദോശ പരത്തുന്ന രീതിയിൽ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇനി കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടൊന്ന് മടക്കിയെടുക്കുകയാണ് വേണ്ടത്. ഫില്ലിങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ 4 വശത്തൊന്നും ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം. കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്